അമിത വിമാന നിരക്ക് UAE കേരള സെക്ടർ കപ്പൽ സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കൗൺസിൽ ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ആഘോഷ അവധിവേളകളിലെ അമിത വിമാന നിരക്ക് മൂലം വിമാനയാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറിൽ അത്യാവശ്യക്കാർക്ക് പോലും നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ മുടങ്ങുകയാണെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കപ്പൽ സർവീസ് എന്നത് യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം സമർപ്പിച്ചത്. 4ാം ലോക കേരള സഭയിൽ ഇക്കാര്യം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നതായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ CE ചാക്കുണ്ണി പറഞ്ഞു. ആഘോഷ അവധിവേളകളിൽ വിമാന നിരക്ക് കുത്തനെ വർദ്ധിക്കുക പതിവാണെങ്കിലും മുൻകാലങ്ങളിലേക്കാളെല്ലാം വിപരീതമായി ഇത്രയധികം അമിതമായ ഒരു ദുരിതം ഇൻഡിഗോ വിമാന പ്രതിസന്ധിയോടി വന്നതോടുകൂടി മുൻകാലങ്ങളിലൊന്നും അനുഭവിച്ചിട്ടില്ല. ഈ സന്ദർഭം മുതലാക്കി മറ്റു വിമാന കമ്പനികൾ യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ്. ആഘോഷ അവധികൾക്ക് മാത്രമല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക്, ചികിത്സയ്ക്ക് പോലും നാട്ടിലേക്ക് വന്ന് മടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, ടൂറിസം മന്ത്രിയെ കാണുകയും നിവേദനം നൽകുകയും സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ മുൻപ് കപ്പൽ സർവീസ് കേരളത്തിൽ വിജയിപ്പിച്ച ദുബായിലെ കമ്പനിയെ ഏൽപ്പിച്ച് അവർ ആരംഭിക്കുമെന്നും, കോവിഡ് കാലത്ത് പള്ളി കമ്മിറ്റികൾ പോലും ചാർട്ടർ വിമാന സർവീസ് ആരംഭിച്ചാണ് യാത്രക്കാരെ നാട്ടിലേക്ക് എത്തിച്ചത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് വിമാനയാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറിലുള്ളവർക്ക് ആശ്വാസം നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ടൂറിസം മന്ത്രി അഭ്യർത്ഥിച്ചു. ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. പരിശോധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന് ലഭിച്ചത്. സർക്കാർ താല്പര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 15 കോടി അനുവദിച്ചിട്ടുണ്ട് പ്രവാസികളുടെ യാത്രകളെ പരിഹരിക്കാൻ. അതെല്ലാം ഉപയോഗിച്ച് എത്രയും പേര് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസും സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.